നമസ്കാരം. ഇത് തിരുവനന്തപുരം കോർപ്പറേഷൻ പരിധിയിലുള്ള കാലടി എന്ന പേരുള്ള പ്രദേശത്ത് ഇലക്ട്രിക് ബസ് ഓടുന്ന ദൃശ്യമാണ്. ഇത് എന്തിനാണ് ഞാൻ കാണിച്ചതെന്ന് ചോദിച്ചാൽ, അവിടുത്തെ കൗൺസിലർ തന്നെ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചൊരു വീഡിയോ ആണിത്. കഴിഞ്ഞ ദിവസം വരെ ഈ പ്രദേശത്തൂടെ ഡീസൽ ബസ്സാണ് ഓടിക്കൊണ്ടിരുന്നത്. ഇന്നു മുതൽ എന്തായാലും ഇലക്ട്രിക് ബസ് ഓടുന്നുണ്ട്. യഥാർത്ഥത്തിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ പരിധിയിലുള്ള അഥവാ ആ സിറ്റിയിൽ ഇലക്ട്രിക് ബസ്സാണ് ഓടേണ്ടത്. നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു പൊതുനയം അനുസരിച്ച് ഈ പ്രധാനപ്പെട്ട നഗരങ്ങളിലെ പൊല്യൂഷൻ കുറയ്ക്കുക എന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഓരോ സംസ്ഥാനത്തുമുള്ള ഇതുപോലുള്ള സിറ്റികൾക്ക് കേന്ദ്ര ഗവൺമെൻറ്റും അതേപോലെ തന്നെ അതാത് സംസ്ഥാന ഗവൺമെൻറ്റും കോർപ്പറേഷനും കൂടെ ചേർന്നിട്ടാണ് ഈ പദ്ധതി നടപ്പിലാക്കിയിരിക്കുന്നത്. തീർച്ചയായിട്ടും അതിൽ കേന്ദ്രത്തിൻ്റെ പങ്കാളിത്തമുണ്ട്, കോർപ്പറേഷൻ്റെ പങ്കാളിത്തമുണ്ട്, സംസ്ഥാനത്തിൻ്റെ പങ്കാളിത്തമുണ്ട്. എന്നാൽ കമ്മ്യൂണിസ്റ്റുകാരും മറ്റുമൊക്കെ ഇപ്പോൾ ന്യായീകരണ ക്യാപ്സൂൾ ഇറക്കുന്നത് കേന്ദ്രത്തിന് 40% ഉള്ളൂ, 40% സംസ്ഥാനത്തിനും പിന്നെ 20% കോർപ്പറേഷനാണെന്നൊക്കെ തരത്തിൽ ശതമാന കണക്കൊക്കെയാണ് വെച്ച് പറയുന്നത്. അപ്പോഴും നമുക്ക് മനസ്സിലാകാത്ത ചില കണക്കുകളുണ്ട്. അതായത് KB ഗണേഷ് കുമാർ എന്ന ഗതാഗത മന്ത്രി തന്നെ അദ്ദേഹത്തിൻ്റെ നാവിൽ നിന്ന് തന്നെ വന്ന വാക്ക് അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞ അനുസരിച്ചാണെങ്കിൽ കേന്ദ്രം 500 കോടി കൊടുത്തിട്ടുണ്ട്, 500 കോടി സംസ്ഥാന സർക്കാരും കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്നു. ബാക്കി ഒരു 132 മറ്റോ ആണ് കോർപ്പറേഷനെ കണക്കായിട്ട് പറയുന്നത്. അപ്പോൾ തന്നെ 1000-ന് മുകളിലായത്. പക്ഷേ വാങ്ങിയിരിക്കുന്നത് 113 ഇലക്ട്രിക് ബസ്സാണ്. ശ്രദ്ധിക്കണം, ആ കണക്ക് ശ്രദ്ധിക്കണം. 113 ഇലക്ട്രിക് ബസ്സാണ് ഇവിടെ വാങ്ങിയിരിക്കുന്നത്. ഒരു ബസ്സിന് 90 ലക്ഷം മുതൽ 1 കോടി വരെ, ഇതിനിടയ്ക്കുള്ളൊരു തുകയായിരിക്കാം. ഇത് സാധാരണ ബസ്സിൻ്റെ അത്രയും വലിപ്പമുള്ള ബസ്സല്ല, ചെറിയ ബസ്സുകളാണ്. അതിൻ്റെ ബാറ്ററിക്കാണ് വില കൂടുതൽ എന്ന് പറയുന്നത് 23 ലക്ഷം രൂപ. എന്തെങ്കിലും ആയിക്കോട്ടെ, നമുക്ക് 1 കോടി തന്നെ പിടിക്കാം. അപ്പോൾ 113 ബസ് എന്ന് പറയുമ്പോൾ 113 കോടിയേ ഉള്ളൂ. അപ്പോഴും ബാക്കി എത്രയോ കോടിയുണ്ട്. അത് ആര് മുക്കി, എന്തെടുത്തു, അതറിയണ്ടേ ജനങ്ങൾക്ക്? BJP മാറാത്തത് മാറും എന്നതായിരുന്നു അവരുടെ തെരഞ്ഞെടുപ്പ് പ്രചരണ വാചകം അല്ലെങ്കിൽ പരസ്യം. അതവർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു. അവർ കോർപ്പറേഷൻ്റെ ഭരണത്തിലേറി ഏതാനും ദിവസങ്ങൾ കൊണ്ട് തന്നെ മാറാത്തത് മാറിക്കൊണ്ടിരിക്കുന്ന കാഴ്ച നമ്മൾ കാണുന്നു. കോർപ്പറേഷൻ്റെ മേയർ VV രാജേഷ് പത്രസമ്മേളനം നടത്തി ചില കാര്യങ്ങൾ പറഞ്ഞു. ഇവിടെ ഓടിക്കൊണ്ടിരുന്ന ബസ് മറ്റു സ്ഥലത്ത് ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു, അതിപ്പോൾ തിരിച്ചു കൊണ്ടുവന്നിരിക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ ആ വീഡിയോയിൽ കണ്ടത്. അവിടെ ഡീസൽ ബസ്സാണ് ഓടിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ ആ ഡീസൽ ബസ് മാറ്റിയിട്ട് ഈ ഇലക്ട്രിക് ബസ് ഓടാൻ തുടങ്ങി. ഞങ്ങൾ വേണമെങ്കിൽ ഇലക്ട്രിക് ബസ്സുകളെല്ലാം തിരിച്ചു തരാം, അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ സ്ഥലത്തേക്ക് കൊണ്ടിട്ടോളൂ, ബസ് സ്റ്റാൻഡിലൊന്നും KSRTCയുടെ ബസ് സ്റ്റാൻഡിൽ കയറ്റാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് മാസ് ഡയലോഗ് അടിക്കുന്നുണ്ട് KB ഗണേഷ് കുമാർ. അതിൻ്റെ കൂട്ടത്തിൽ ഞങ്ങൾ വേണ്ടി വന്നാൽ 150 ബസ് അടുത്ത മാസം തന്നെ വാങ്ങി ഇറക്കുമെന്നൊക്കെ തള്ളി മറിക്കുന്നുണ്ട് ആ മനുഷ്യൻ. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് വരെ KSRTC ജീവനക്കാർക്ക് കൃത്യമായിട്ട് ശമ്പളം പോലും കൊടുക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു അവർക്ക്, ആ വകുപ്പിന്. പലയിടത്തുനിന്നും കടം വാങ്ങിയാണ് ആ വകുപ്പ് തന്നെ ഒന്നും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും ലാഭത്തിലെത്തിയിട്ടില്ല. പക്ഷേ തള്ളിന് മാത്രം ഒരു കുറവുമില്ല. കണക്ക് ചോദിക്കുമ്പോൾ കണക്ക് പറയണമെന്നേ, ജനങ്ങളുടെ കാശാണ്, ജനങ്ങൾ ടാക്സ് അടയ്ക്കുന്ന കാശാണ്. ആ കാശ് കേന്ദ്രം തന്നാണെങ്കിലും ശരി, സംസ്ഥാനം തന്നാണെങ്കിലും ശരി, അത് കോർപ്പറേഷൻ കൊടുത്താണെങ്കിലും ശരി, കണക്കായിരിക്കണം. അതിൽ കള്ളത്തരം കാണിച്ചാൽ പിടി വീഴും. ആ കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഇപ്പോൾ CPM ആയിരുന്നു കോർപ്പറേഷൻ ഭരിച്ചുകൊണ്ടിരുന്നതെങ്കിൽ, ഇപ്പോഴും ഭരിച്ചുകൊണ്ടിരുന്നതെങ്കിൽ ഈ ചോദ്യമൊന്നും ഉണ്ടാവില്ല. നമ്മളാരും ഈ യാതൊരു കണക്കും അറിയാനും പോകുന്നില്ല. ഈ കോർപ്പറേഷന് വേണ്ടി കൊടുത്തതാണ് ഇത്രയും ബസ്സുകളെന്നും ഇതെടുത്ത് KSRTC മറ്റു സ്ഥലങ്ങളിലേക്ക് ഓടിക്കുന്ന ഇതൊന്നും ഇവിടുത്തെ മാധ്യമങ്ങൾ പോലും വാർത്തയാക്കില്ല. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. കാരണം 2024 തന്നെ മുൻ മേയറായിരുന്ന ആര്യ രാജേന്ദ്രൻ ഇത് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അന്ന് ഈ ഗതാഗത മന്ത്രിയോട് ചോദിച്ചിട്ടുള്ള കാര്യമാണ്. ഞങ്ങൾക്ക് തന്ന ബസ്സുകൾ ഈ നഗരത്തിന് പുറത്തേക്കിട്ട് ഓടിക്കുന്നത് ശരിയല്ല. മാത്രമല്ല കോർപ്പറേഷന് ഇതിനകത്ത് മുതൽ മുടക്കുണ്ട്. അപ്പോൾ അവർക്കുള്ള ലാഭവിഹിതം 30% എന്തുമാണ്, അത് ഇതുവരെയും കൊടുത്തിട്ടില്ല. ഇതെല്ലാം വേറെ വക മാറ്റിയാണ് ഇവർ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഓരോ സംവിധാനങ്ങൾക്കും, ഓരോ ഭരണ സംവിധാനങ്ങൾക്കും അവർക്ക് കിട്ടേണ്ടതായിട്ടുള്ള ലാഭവിഹിതം അത് കൃത്യമായിട്ട് കൊടുക്കേണ്ടതല്ലേ? അപ്പോൾ നേരത്തെ ഇടതുപക്ഷമാണ് കോർപ്പറേഷൻ ഭരിച്ചത്, സംസ്ഥാനത്തും ഇടതുപക്ഷമാണ് ഭരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അവർ തമ്മിലുള്ളൊരു അഡ്ജസ്റ്റ്മെൻ്റ് ആയിരുന്നു. ഇപ്പോൾ അത് നടക്കില്ല. അപ്പോൾ കൃത്യമായിട്ട് കണക്ക് കൊടുത്തേ പറ്റൂ. ഇതേപോലെ ഏതൊക്കെ വകുപ്പിലാണ് ഈ ഉടായ്പ ഇവർ നടത്തിയിട്ടുള്ളത് എന്ന് ഇനി വരും ദിവസങ്ങളിൽ അറിയാൻ സാധിക്കും. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. BJP പറഞ്ഞ പോലെ തന്നെ മാറാത്തത് മാറും എന്ന് അവർ പറഞ്ഞത് സത്യമായിക്കൊണ്ടിരിക്കുന്നു. ഇതിപ്പോൾ ഓരോന്നും മാറിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, വലിയ വാചകം അടിച്ചുകൊണ്ട് വന്ന ഗണേഷ് കുമാർ ഇതിനു കൂടി മറുപടി പറയണം. ഞാൻ കുറച്ച് ചിത്രങ്ങൾ ഇപ്പോൾ കാണിക്കുന്നുണ്ട്. എത്ര കോടിയുടെ മുതലാണ് ഈ കിടന്ന് നശിക്കുന്നത്? ഇത് പണ്ടേ ഒരു ചൊല്ലുണ്ടല്ലോ, കാട്ടിലെ തടി തേവരുടെ ആന വലിയ വലി എന്ന് പറയുന്ന പോലെ എത്ര കോടി രൂപയുടെ മുതലാണ് ഈ കിടന്ന് നശിക്കുന്നത് എന്ന് നോക്കൂ. ചിലപ്പോൾ ഒരു ടയർ പഞ്ചറായതായിരിക്കാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും എൻജിൻ പണി ആയിരിക്കാം. ഇതൊക്കെ അങ്ങോട്ട് എന്തെങ്കിലും പ്രശ്നം വന്ന ഉടനെ കൊണ്ട് ഈ വർക്ക്ഷോപ്പിലോ അല്ലെങ്കിൽ അതിൻ്റെ പരിസരത്തോ കൊണ്ട് തള്ളിയിട്ട് പുതിയതങ്ങ് മേടിക്കാൻ വേണ്ടി ഓർഡർ കൊടുത്തേക്കുക. കാര്യം എന്താ? കമ്മീഷൻ കിട്ടും, ലക്ഷങ്ങൾ കമ്മീഷൻ കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഇതൊക്കെ ശരിയാക്കി എടുത്താൽ പോലെ. നമുക്ക് ഇതിൻ്റെയൊക്കെ പെയിൻറ്റ് കണ്ടാൽ പോലും നമുക്കറിയാം അത്രയൊന്നും വലിയ പഴക്കമില്ലാത്ത ബസ്സുകളാണ്. എത്ര എണ്ണമാണ് കാട് കയറി പുല്ലും പിടിച്ച് കാടും പിടിച്ച് കിടക്കുന്നത് എന്ന് നോക്കുക. ഇതിൻ്റെയൊക്കെ ശരിക്കും സ്വന്തമായിട്ട് അധ്വാനിച്ചിട്ടാണ് ഇതുപോലെ ബസ്സൊക്കെ മേടിച്ചിട്ട് ഇതുപോലെ കിടക്കുന്ന കണ്ടാൽ ചങ്ക നീർത്തല്ലേ ഒരു മനുഷ്യൻ്റെ? ഇതിപ്പോൾ നാട്ടുകാരുടെ പണമാണ്, അതങ്ങനെ കിടന്നോട്ടെ. പുതിയ ബസ്സുകൾക്ക് ഓർഡർ കൊടുക്കുമ്പോൾ കമ്മീഷനായിട്ട് പോക്കറ്റിൽ നല്ല കനത്തിൽ കിട്ടും. ഇത് തന്നെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത്രയും കാലമായിട്ട് ഇടതും വലതുമെല്ലാം പരസ്പരം പുറംചൊറിഞ്ഞ് നമ്മളെ
വലിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനൊരു ചെറിയ മാറ്റം വന്നു തുടങ്ങിയിട്ടുണ്ട്. ഒരിടത്തുനിന്നെങ്കിലും ഒരു എതിർസ്വരം, ഒരു ചോദ്യം, ഒരു സംശയം ഉന്നയിച്ച് തുടങ്ങിയല്ലോ. അതിൻ്റെ ഒരു പേടി അവർക്കുണ്ട്. അതുകൊണ്ടാണ് ഒരു സമയത്ത് ആര്യ രാജേന്ദ്രൻ ഇതിനെതിരെ ചോദിച്ചതിനെപ്പറ്റി അവർ മിണ്ടാതെ ഈ സംശയം ചോദിച്ച വി രാജേഷിനെ അവർ പറഞ്ഞിട്ട് ആക്രമിക്കാൻ ശ്രമിക്കുന്നത്. പക്ഷെ നടക്കില്ല. അദ്ദേഹം വളരെ കൃത്യമായിട്ടും വ്യക്തമായിട്ടാണ് അദ്ദേഹം മാധ്യമ പ്രവർത്തകരെ നേരിടുന്നത്, ജനങ്ങളോട് കാര്യം പറയുകയും ചെയ്യുന്നത്. അതിനാൽ ഈ രാഷ്ട്രീയ അസ്ഥിതയും തിമിരവും ഒന്നും പിടിക്കാത്ത ഒരുപാട് ആളുകൾ ഈ നാട്ടിൽ ഇപ്പോഴും ബാക്കിയുണ്ട്. അവർക്കൊക്കെ യാഥാർത്ഥ്യം തിരിച്ചറിയുന്നുണ്ട് എന്നുകൂടി ഇവിടുത്തെ അന്തംഗമ്മികളും കൊങ്ങികളുമൊക്കെ ഇനിയെങ്കിലും മനസ്സിലാക്കിയാൽ നന്നായിരിക്കും.